ശബരിമല യുവതീ പ്രവേശത്തിൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കാൻ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസ്. സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത്. നിലപാട് തിരുത്താതെ സർക്കാരിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ആ അഫിഡവിറ്റ് മാറ്റി ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയാം. അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക. ഇനി അനുകൂലിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് പിൻവലിക്കുക. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ, യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്നും ഇന്നും UDF എടുത്തിട്ടുള്ള നിലപാട്. യുവതീ പ്രവേശനം അനുവദിച്ച ശേഷം നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ പോയി മാപ്പ് പറഞ്ഞവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവരുടെ ഇപ്പോഴത്തെ നിലപാടാണ് അറിയാൻ താല്പര്യം. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ അഫിഡവിറ്റ് തിരുത്തിയിരിക്കണമെന്നുള്ളത് അച്ചട്ടാണ്. അതിനകത്ത് ഒരു പുനർചിന്തനത്തിന് ആവശ്യം പോലുമില്ല. കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണ് അത്. അതിനെങ്ങനെ ഗവൺമെന്റ് പിന്നോട്ട് പോകുന്നത്? ഇനിയും ജനങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാനാണ് ഇവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. തിരുത്തണം എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ്. അത് തിരുത്തിയിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം. ലേബി സജീന്ദ്രനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ലേബി, ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവതീ പ്രവേശം വീണ്ടും ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സർക്കാർ നിലപാട് എന്താണ്? മുൻ നിലപാട് തിരുത്താൻ വെല്ലുവിളിക്കുകയുമാണ്. വിനിത, തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതിയിൽ വരുമ്പോൾ തീർച്ചയായും അതിലൊരു നിലപാട് അറിയിക്കുക എന്നത് ശ്രമകരം തന്നെയാണ്. കാരണം അത് ഇരുതല മൂർച്ചയുള്ള വാള് തന്നെയാണ്. എന്ത് തീരുമാനമെടുത്താലും തിരിച്ചടിയുണ്ടാകും, അത് സങ്കീർണവുമാണ്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ആയുധമാക്കിയിരിക്കുന്നത്. ഇന്ന് കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന നേതാക്കൾ ഓരോരുത്തരായി ആദ്യം പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി തന്നെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. അതായത് വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. നാളെ സത്യവാങ്മൂലം നൽകേണ്ട സാഹചര്യം, നാളെ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ നാളെ കേസ് പരിഗണിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അഫിഡവിറ്റ് നൽകേണ്ട സാവകാശം നീട്ടി, അതിന്റെ തീയതി നീട്ടി ചോദിക്കുകയാണെങ്കിൽ അതും സർക്കാരിന്റെ പരാജയമാണ്. കാരണം നിലപാടുണ്ടെങ്കിൽ അത് നാളെ തന്നെയാണ് അറിയിക്കേണ്ടത്. അതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നാളെ നിലപാട് അറിയിക്കുകയാണെങ്കിൽ, അതായത് നേരത്തെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി പുതിയ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ നിലപാടാണ്. അങ്ങനെയെങ്കിൽ സർക്കാർ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുന്നു. അപ്പോഴും സർക്കാർ ഈ സമയത്ത് പ്രതിക്കൂട്ടിലാകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിലേക്കാണ് പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അത് തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നു. നേരത്തെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ മാറ്റമുണ്ടെങ്കിൽ അത് നാളെ തന്നെ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകണം. അത് തന്നെ രമേശ് ചെന്നിത്തലയും പറയുന്നു. അതായത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ നാളെ ഈ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിൽ വരുമ്പോൾ അഫിഡവിറ്റ് സംസ്ഥാന സർക്കാർ എന്താണ് പുതിയ അഫിഡവിറ്റിൽ നൽകുന്നത്? അത് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് തന്നെ ഇക്കാര്യത്തിൽ അഫിഡവിറ്റ് മാറ്റി നൽകുമെന്ന് പറയുന്നു. അന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അത് പിന്നീട് ഒരു കോടതിയിൽ നിലപാട് അറിയിക്കേണ്ട കാര്യമാണെന്ന് അന്ന് പറയുന്നു. എന്നാൽ ആ നിലപാട് അറിയിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിലപാട് നാളെ കോടതിയിൽ അറിയിക്കുമോ എന്നുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. വിനിത, ശരി. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.